a joker's cap is in the form of right circular cone of base radius 7 cm and height 24 cm. അപ്പോൾ ഒരു ജോക്കറിന്റെ ക്യാപ്പ് റൈറ്റ് സർക്കുലർ കോണിന്റെ ഫോമിലാണ്. അതിന്റെ ബേസ് റേഡിയസ് 7 സെന്റിമീറ്ററും ഹൈറ്റ് 24 സെന്റിമീറ്ററും ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ക്യാപ്പിന്റെ ഒരു ഫിഗർ വരച്ചു നോക്കാം. ഇതാണ് ക്യാപ്പിന്റെ ഫിഗർ. ഇനി ഇതിന്റെ ബേസ് റേഡിയസ്, അതായത് താഴത്തെ ബേസ് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഷേപ്പിലാണ്. അതിന്റെ സെന്റർ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് ആണ് റേഡിയസ്, ദാറ്റ് ഈസ് 7 സെന്റിമീറ്റർ. ഇനി ഇതിന്റെ ഹൈറ്റ് 24 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ താഴത്തെ ബേസിന്റെ സെന്റർ തൊട്ട് ഈ ടോപ്പ് വരെയുള്ളതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 24 സെന്റിമീറ്റർ. ഇനി ഈ സ്ലാൻഡ് ഹൈറ്റ് ആണ് L. അത് എത്രയാണ് എന്ന് നമുക്കറിയില്ല അല്ലെ. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് 10 such caps. ഇതേപോലത്തെ 10 ക്യാപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 10 എണ്ണത്തിന്റെ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യണം? ഒരെണ്ണത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. അതായത് ഇതിന്റെ ചുറ്റുമുള്ള ഏരിയ, ഈ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ കോണിന്റെ കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? പൈ ആർ എൽ ആണ്. അപ്പൊ ഇവിടെ എൽ എത്രയാണ് എന്ന് നമുക്കറിയില്ല, പക്ഷെ എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. എന്താണ്? √h² + r². അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളതൊക്കെ ഒന്ന് എടുത്തെഴുതാം. റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് ഈസ് 7 സെന്റിമീറ്റർ. എച്ച് തന്നിട്ടുണ്ട് 24 സെന്റിമീറ്റർ. ഇനി എല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √h² + r² is equal to h is 24. അപ്പൊ 24² + 7². 24ന്റെ സ്ക്വയർ എന്ത് വരും? 24 × 24, 4 4s are 16, 9 6 8 4 6 7 5 576 എന്ന് കിട്ടി. 24ന്റെ സ്ക്വയർ 576 പ്ലസ് 7² is 49. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 15, 8 + 4 12, 5 + 1 6, 625. അപ്പോൾ √625. √625 എന്ന് പറയുന്നത് 625ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ എല്ല് നമുക്ക് കിട്ടി 25 സെന്റിമീറ്റർ. ഇനി നമുക്ക് കേർഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഈസിയാണ്. കേർഡ് സർഫസ് ഏരിയ ഓഫ് എ ജോക്കേഴ്സ് ക്യാപ്പ് ഈസ് ഈക്വൽ ടു പൈ ആർ എൽ. is equal to pi is 22/7 into r is 7, L is 25. ഇവിടെ 7ഉം 7ഉം കൂടെ കട്ടായി പോകും. 22 into 25. 5 2s are 10, 5 2s are 10 plus 1 11, 2 2s are 4, 2 2s are 4, 0 5 5, 550. അപ്പോൾ ഒരു ക്യാപ്പിന്റെ കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 550 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഒരു ക്യാപ്പിന്റെ കേർഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ക്യാപ്പിന്റെ കേർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ദ ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് 1 ക്യാപ്പ്. ഒരു ക്യാപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ഷീറ്റിന്റെ ഏരിയക്ക് ഈക്വലാണ് അല്ലെ. അപ്പൊ therefore the sheet required to make 1 cap is equal to 550 centimeter square. നമുക്ക് എത്ര ക്യാപ്പിൻ്റെതാണ് വേണ്ടത്? Therefore, the sheet required to make 10 such caps is equal to, ഒരെണ്ണത്തിന് 550 ആണ്. 10ന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 550 into 10 is equal to 5500 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 10 ക്യാപ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റ് എന്ന് പറയുന്നത് 5500 സെന്റിമീറ്റർ സ്ക്വയർ ആണ്.